എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മെയ് 15 വെള്ളിയാഴ്ചയാണ്. നാളെ ശനിയാഴ്ചയോടെ നമ്മുടെ ഈ പുണ്യമാസം, അതായത് വൈശാഖ മാസം പടിയിറങ്ങുകയാണ്. നാളെ വൈകുന്നേരം ദീപാരാധന കഴിയുന്നതോടെ ആ പുണ്യത്തിന്റെ കവാടങ്ങൾ അടയുകയാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് എൻ്റെ കൂടെ ഈ വൈശാഖ പുണ്യത നുകർന്നുകൊണ്ട് യാത്ര ചെയ്ത ഒരുപാട് അമ്മമാരുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എന്നോട് ചോദിച്ച ഓരോ സംശയങ്ങളും, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ നടത്തിയ പ്രാർത്ഥനകളും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്. നാളെ അമാവാസിയാണ്. അതുകൂടാതെ ശനി ജയന്തി കൂടി ആയതുകൊണ്ട് ഈ അവസാന നിമിഷങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നാമജപവും 30 ദിവസത്തെ ഫലം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നിമിഷം നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കരുത് കേട്ടോ. മറിച്ച് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും ആ ഭഗവാന് വേണ്ടിയിട്ടും മാറ്റിവെക്കുക. കഴിഞ്ഞ ഒരു മാസം നമ്മൾ എത്രമാത്രം സന്തോഷത്തോടെയാണ് കഴിഞ്ഞതല്ലേ? എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ ഭഗവാനെ വിളിച്ചിരുന്നത്. ഓരോ പുലർച്ചെയും എഴുന്നേറ്റ് ആ നെയ്വിളക്കിന്റെ വെളിച്ചത്തിൽ കണ്ണനെ ധ്യാനിച്ച് കണ്ണാ എന്ന് മനസ്സ് നിറഞ്ഞിട്ട്, എന്റെ പൊന്നു ഗുരുവായൂരപ്പ എന്ന് മനസ്സ് നിറഞ്ഞു വിളിച്ച് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഭഗവാനോട് പങ്കുവെക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു മനസമാധാനം, ഈ ഒരു വൈശാഖ മാസ പുണ്യതയ്ക്ക് ഇനി നമ്മൾ ഒരു വർഷം കാത്തിരിക്കണമെന്ന് ഓർക്കുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു സങ്കടം തിങ്ങി നിറയുകയാണല്ലേ. പക്ഷെ അമ്മമാരെ, സങ്കടപ്പെടേണ്ട, ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളിൽ പലരും പരിഭവം പറഞ്ഞുവല്ലേ. ഭഗവാൻ എങ്ങും പോകുന്നില്ല എന്ന്. അത് തന്നെയാണ് കേട്ടോ എൻ്റെ സമാധാനവും. എങ്കിലും വൈശാഖം എന്ന ഈ വിശേഷാൽ പുണ്യകാലം അവസാനിക്കുമ്പോൾ ഭക്തരായ നമുക്ക് ഹൃദയം നിറയുന്ന ഈ വേദന സ്വാഭാവികം തന്നെയാണ്. ഈ അവസാന നിമിഷങ്ങളിൽ ഭഗവാൻ തന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഏറ്റവും കൂടുതൽ തുറന്നിട്ടിരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. പ്രത്യേകിച്ച് നാളെ മെയ് 16 ശനിയാഴ്ച, ഈ വൈശാഖ പുണ്യമാസത്തിന്റെ അവസാന ദിവസം എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി ഇതുവരെ വ്രതമൊന്നും തന്നെ എടുക്കാൻ സാധിച്ചിട്ടില്ലാത്തവരാണോ? എങ്കിലും വിഷമിക്കേണ്ട. ഈ വരാനിരിക്കുന്ന അമാവാസി നാളും അവസാന ദിവസവുമായ നാളെ മെയ് 16 ശനിയാഴ്ച നിങ്ങൾക്കായിട്ടുള്ളതാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും ഭഗവാൻ കോടി പുണ്യമായിട്ട് നമ്മൾക്ക് തിരിച്ചു തരുന്നതാണ്. അമ്മമാരെ, നാളെ അവസാന ദിവസമായ ശനിയാഴ്ച നിങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണേ കേട്ടോ. ഒരു സമയത്ത് ഞാൻ പറയുകയാണ്, നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ മാസത്തിലെ അവസാന ബ്രാഹ്മമുഹൂർത്തമാണ് നാളെ അതിരാവിലെ വരാൻ പോകുന്നത്. നാളെ ശനിയാഴ്ച പുലർച്ചെ 5 മണിക്ക് മുൻപ് തന്നെ ഒന്ന് എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കണേ കേട്ടോ. എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ ഈ 2 കൈകളും ചേർത്ത് വെച്ച് നോക്കി കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന് ജപിക്കണം. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. രാവിലെ ഉറക്കമുണർന്ന ഉടൻ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ 2 കൈപ്പത്തികളും ഇങ്ങനെ ചേർത്ത് പിടിച്ച് അതിലേക്ക് നോക്കി വേണം ഈ ശ്ലോകം ചൊല്ലാനായിട്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നമ്മുടെ കൈകളിൽ തന്നെ ലക്ഷ്മിയും സരസ്വതിയും ഭഗവാനും വസിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് നമ്മുടെ കർമ്മങ്ങളിലൂടെയാണ് ഐശ്വര്യം വരുന്നത് എന്ന് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് കുളിച്ച് ശുദ്ധിയാവാം. കുളിച്ച് ശുദ്ധിയാകുമ്പോൾ ആ വെള്ളം ഗംഗാതീർത്ഥമാണെന്ന് സങ്കല്പിച്ചിട്ട് വേണം കേട്ടോ കുളിക്കാനായിട്ട്. കുളിക്കുമ്പോൾ നാളെ ഒരു നുള്ളു തുളസിയില കൂടി ആ ഒരു വെള്ളത്തിൽ ചേർക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കുളി കഴിഞ്ഞിട്ട് സൂര്യദേവന് ജലം സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യമാണ് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് തരാൻ പോകുന്നത്. ഇനി പ്രായമായ അമ്മമാർക്കൊക്കെ കുളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബ്രാഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് കുളിക്കാനൊക്കെ പ്രായമായ അമ്മമാർക്ക് ധാരാളം അസുഖങ്ങളൊക്കെ കാണും. ബുദ്ധിമുട്ടുള്ളവർ ധാരാളം പേരുണ്ട്. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. വയ്യാത്തവരാരും രാവിലെ നെറുകയിൽ വെള്ളം ഒഴിച്ചിട്ട് കുളിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ മുഖവും കൈകാലുകളും കഴുകി ശുദ്ധി വരുത്തിയാൽ മതി കേട്ടോ. വേറെ നിങ്ങൾക്ക് അശുദ്ധി ഒന്നും തന്നെ ഇല്ല. നിലവിളക്ക് പൂജാമുറിയിൽ ചെന്ന് കൊളുത്താവുന്നതാണ്. അതിന് യാതൊരുവിധ ദോഷവുമില്ല കേട്ടോ. ഇനിയും ഞാൻ പറഞ്ഞു, ഭഗവാനെ, സൂര്യ ഭഗവാനെ വന്ദിക്കുന്ന ഒരു കാര്യം പറഞ്ഞു നാളെ ചെയ്യേണ്ടത്. തുറസായ ഒരു സ്ഥലത്ത് സൂര്യൻ അഭിമുഖമായി നിന്ന് ഒരു പാത്രത്തിൽ, അതായത് ഒരു ചെമ്പ് പാത്രം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ലാച്ചാൽ എന്തെങ്കിലും നമ്മുടെ വീട്ടിലൊരു ഗ്ലാസ് ആണെങ്കിലും മതി. അതിൽ വെള്ളം നിറയ്ക്കുക. 3 തവണ ഈ ജലം ഇടത് കൈയിൽ നമ്മൾ ആ ഒരു പാത്രം പിടിച്ചിട്ട് വലത് കൈക്കുമ്പിളിലൂടെ വലത് കൈയിലേക്ക് ജലം ഒഴിക്കുക. വലത് കൈക്കുമ്പിളിലൂടെ ഭൂമിയിലേക്ക്, അതായത് നമ്മുടെ ഈ വിരൽത്തുമ്പിലൂടെ ഭൂമിയിലേക്ക് സമർപ്പിക്കുക. ഓരോ തവണ സമർപ്പിക്കുമ്പോഴും സൂര്യ ഗായത്രി ജപിച്ചുകൊണ്ട് സമർപ്പിക്കുക കേട്ടോ. ഓം ആദിത്യായ വിദ്മഹേ സഹസ്രകിരണായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത്. ശേഷം നമ്മൾ 2 കൈകളിലും ജലം നിറച്ച ആ ഒരു പാത്രം
സൂര്യപ്രീതികരമായ മന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനെ വണങ്ങി ഓം സൂര്യായ നമ എന്ന് ജപിച്ചുകൊണ്ട് ഭഗവാന് ജലം സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ കൈകളെ സമാന്തരമായിട്ട്, അതായത് ഒരേ ലെവലിൽ ഉയർത്തിപ്പിടിച്ചു വേണം ഭഗവാന് ജലം സമർപ്പിക്കാനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ജലം പതിക്കുന്നത്, നമ്മൾ ഈ കൈക്കുമ്പിളിലൂടെ ജലം താഴേക്ക് ഭൂമിയിലേക്ക് ഒഴിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ആ പതിക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ശുദ്ധവും വൃത്തിയുമുള്ള ഒരു സ്ഥലത്താവണം ജലം പതിക്കേണ്ടത്. അശുദ്ധിയൊന്നും പാടില്ല എന്ന് സാരം. പിന്നെ വളരെ പ്രധാനമായ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. കൂടാതെ ഈ ജലം തുളസി ചുവട്ടിലേക്ക് ആവരുതെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഏറ്റവും ശുദ്ധിയുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പം തുളസി ചുവട്ടിലേക്ക് ഒഴിക്കാമെന്ന്. ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭഗവാന് സമർപ്പിക്കുന്ന ജലം ഒരിക്കലും തുളസി ചുവട്ടിലേക്ക് ഒഴിക്കാൻ പാടില്ല കേട്ടോ. നമുക്കറിയാം, വൈശാഖ മാസം ജലത്തിന്റെ മാസമാണ്. ആ ഒരു സമർപ്പണം നമ്മുടെ വീട്ടിലെ തടസ്സങ്ങളെല്ലാം തന്നെ നീക്കാൻ സഹായിക്കുന്നതാണ്. ഇനി അതിനുശേഷം നമ്മൾക്ക് പൂജാമുറിയിൽ വന്ന് സാധാരണ പോലെ നിലവിളക്ക് കൊളുത്താം. ഈ ഒരു സമയത്ത് ഭഗവാന് നമ്മുടെ വീട്ടിലെ തൊടിയിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന പുഷ്പങ്ങളൊക്കെ തന്നെ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ, മഹാവിഷ്ണുവിന്റെ, ലക്ഷ്മി ദേവിയുടെ എല്ലാം പാദങ്ങളിൽ നമ്മൾക്ക് ഈ പുഷ്പങ്ങളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. ഭഗവാൻ ഒരു ചെറിയ ചിരാതില് നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഈ വൈശാഖ മാസത്തിലുടനീളം ഇങ്ങനെ ചെയ്തവരുണ്ട്. ഇനിയും അങ്ങനെ ചെയ്യാൻ പറ്റില്ലാച്ചാലും നാളെ ഒരു ദിവസം, വൈശാഖ മാസത്തിന്റെ അവസാന ദിവസമല്ലേ, ഒരു ചെറിയ ചിരാതില് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾക്ക് ഭഗവാൻ ഒരു നെയ്വിളക്ക് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ, കഴിയുന്നവർ മാത്രം മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ നെയ്വിളക്ക് സമർപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സാധാരണ പോലെ നിലവിളക്ക് കൊളുത്തി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേട്ടോളും. അതിന് യാതൊരു തടസ്സവുമൊന്നുമില്ല. ഇനി ആ ഒരു വിളക്കിന്റെ നാളത്തിലേക്ക് നോക്കി നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും അങ്ങോട്ട് ഭഗവാനോട് പറയുക. കണ്ണാ, ഗുരുവായൂരപ്പ, ഈ വൈശാഖ പുണ്യം എൻ്റെ കുടുംബത്തിന് മുഴുവൻ തുടർന്ന് അങ്ങോട്ട് രക്ഷയാകണേ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ. ഭഗവാന് ഈ ഒരു സമയത്ത് ഒരു തുളസിയില സമർപ്പിക്കുന്നത് പോലും ഈ ഒരു സമയം നമ്മൾക്ക് വലിയ ഫലം ജീവിതത്തോട് ചേർത്ത് നൽകും എന്നൊരു കാര്യം നിങ്ങൾ ആരും മറന്നു പോവരുത്. നാളത്തെ ദിവസം അത്രയും പ്രാധാന്യമുള്ള ദിവസമാണ്. ഈ വൈശാഖ മാസത്തിലുടനീളം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത ധാരാളം അമ്മമാരുണ്ട്. എല്ലാ വ്രതങ്ങളും നോക്കിയവര് ധാരാളം വ്രത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. ഇനി പ്രത്യേകിച്ച് ഒരു വ്രത ദിവസം അല്ലെങ്കിൽ പോലും ഈ വൈശാഖ മാസം അതിന്റെ പുണ്യത നുകർന്നുകൊണ്ട് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തിയ കുറെ അമ്മമാരുണ്ട്. ഇങ്ങനെയൊന്നും സാധിച്ചിട്ടില്ലാത്തവരും നാളെ ഒരു ദിവസം മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. വൈശാഖ മാസത്തിന്റെ പൂർണ്ണതയാവുന്ന ആ ഒരു ദിവസം. ആ ഒരു ദിവസം എങ്കിലും നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതിന്റെ പുണ്യം എന്ന് പറയുന്നത് കോടി പുണ്യമായിട്ട് നിങ്ങളിലും നിങ്ങളുടെ തലമുറകളിലും മക്കളിലും ഒക്കെ ചേർന്ന് കിട്ടും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും കൂടി ഞാൻ മക്കൾക്ക് വേണ്ടി പറഞ്ഞു തരാം. മക്കൾക്ക് വേണ്ടിയുള്ള ഒരു അർച്ചനയാണ് കേട്ടോ. നാളെ വീട്ടിൽ തന്നെ വിഷ്ണു അഷ്ടോത്തരം ചൊല്ലി നമ്മൾക്ക് തുളസി കൊണ്ട് ഭഗവാന് അർച്ചന അമ്മമാർക്കൊക്കെ നടത്താവുന്നതാണ്. ഇനിയും ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ സാരസ്വത പുഷ്പാഞ്ജലി നടത്തുന്നത് മക്കൾക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ഈ പഠിക്കുന്ന കാര്യത്തിൽ മടിയും തടസ്സങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സാരസ്വത പുഷ്പാഞ്ജലി ഒന്ന് ചെയ്യുക കേട്ടോ. ഇനി അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും മക്കളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ വിഷമങ്ങളാണോ അമ്മ മനസ്സുകളിൽ നിറഞ്ഞിരിക്കുന്നത്, ഈ ഒരു വൈശാഖ മാസത്തിന്റെ പുണ്യത പൂർണ്ണമാകുന്ന ഈ ഒരു മെയ് 16 ശനിയാഴ്ച ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും അമ്മ മനസ്സുകളിൽ ഇപ്പോൾ ഉണ്ടാവുന്ന സങ്കടങ്ങളെല്ലാം തന്നെ ഭഗവാൻ പൂർണ്ണമായിട്ടും മാറ്റിത്തന്ന് വലിയ ഭാഗ്യം മക്കളുടെ ജീവിതത്തിലും ഉദ്യോഗത്തിലും പഠനത്തിലും എല്ലാം കൊണ്ടുതരുമെന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഇനി നാളെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത് തുളസി വന്ദനമാണ്. അതായത് വൈശാഖ മാസത്തിൽ തുളസിക്ക് വലിയധികം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ് തുളസി ദേവി എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നാളെ രാവിലെയും വൈകുന്നേരവും തുളസി തറയിൽ ഒരു നെയ് വിളക്ക് തെളിയിച്ച് ഒരു പ്രദക്ഷിണമെങ്കിലും നിങ്ങളൊന്ന് വെക്കുക കേട്ടോ. ഇനി ഭഗവാന്റെ ആ ഒരു പാതാര വിന്ദങ്ങളിൽ നമ്മൾ നിലവിളക്ക് സമർപ്പിച്ചു, പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ചു, പൂജാമുറിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഭഗവാന്റെ പാദങ്ങളിൽ വീണങ്ങോട്ട് നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിക്കുമ്പോൾ നമ്മുടെ സകല അഹങ്കാരങ്ങളും അവിടെ അർപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സകല സങ്കടങ്ങളും അർപ്പിച്ചുകൊണ്ട് വേണം ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ നമസ്കരിക്കാൻ. ആ ഒരു സമയത്ത് ഈ ഒരു മാസം എന്നെ വഴി നടത്തിയതിന് നന്ദി ഭഗവാനെ എന്ന് പറയുക കേട്ടോ. ഇനിയും വൈശാഖ മാസത്തിലെ ദാനം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇത്രയും ദിവസം നമുക്ക് ദാനധർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എല്ലാവരും പറയും നമ്മൾക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം ഒന്നുമില്ല എന്ന് പറയും. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്,
ഒരു ഗ്ലാസ് വെള്ളം, ദാഹിക്കുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമല്ലോ അല്ലേ? അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ സാധിക്കില്ലേ? ഇതൊന്നും ഇല്ലാച്ചാലും ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെങ്കിലും, അതായത് ഇപ്പോൾ കുറച്ച് അരി, നമ്മുടെ വീട്ടിലുള്ള അരി മേടിച്ചൊന്നും കൊടുക്കണം, നമ്മുടെ വീട്ടിലിരിക്കുന്ന അരി ഉണ്ടല്ലോ, അതിൽ കുറച്ചെങ്കിലും ഒരാൾക്ക് എടുത്തു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലേ? അങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യുന്നത് കഴിയുന്നത് മതി. ഭഗവാൻ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ദാനം കൊടുക്കണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് കൂടാതെ നമ്മൾക്ക് മുറ്റത്ത് ഒരുപാട് അമ്മമാർ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. വൈശാഖ മാസത്തിലല്ല, മിക്ക ദിവസങ്ങളിലും ചെയ്യാറുണ്ട്. നമ്മുടെ മുറ്റത്ത് ഒരു പാത്രത്തിൽ നല്ല ശുദ്ധമായ ജലം നിറച്ചു വെച്ചാൽ പക്ഷിമൃഗാദികൾക്കൊക്കെ യഥേഷ്ടം കുടിക്കാം. അത് ഏറ്റവും അനുഗ്രഹമാണ് കേട്ടോ. ഇതുവരെയും ചെയ്യാത്തവർ നാളെ ഒരു ദിവസം ഒന്ന് ചെയ്യുക കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ 29 ദിവസത്തേക്കാൾ വലിയൊരു ഫലം നമ്മൾക്ക് നൽകുന്നതാണ്. വൈശാഖം അവസാനിക്കുമ്പോൾ നടത്തുന്ന ദാനം അക്ഷയ പുണ്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. വൈശാഖം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ തുണയായിട്ട് കൂടെ കൂട്ടേണ്ടത് ആരെയാണ്? വിഷ്ണു സഹസ്രനാമമാണ്. ഒരുപാട് പേർക്ക് ഇതൊരു പേടിയാണ്. മോളെ, എനിക്ക് സംസ്കൃതം അറിയില്ല, എനിക്ക് അക്ഷരശുദ്ധിയില്ല, ഞാനിത് ചൊല്ലിയാൽ തെറ്റുപറ്റുമോ എന്നൊക്കെ ധാരാളം അമ്മമാര് ചോദിക്കാറുണ്ട്. അമ്മമാരെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഭഗവാൻ നോക്കുന്നത് നിങ്ങളുടെ അക്ഷരശുദ്ധിയല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയശുദ്ധിയാണ്. വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ഭഗവാന്റെ 1000 നാമങ്ങളാണ്. ഇതൊരു സാധാരണ മന്ത്രം പോലെ അല്ല കേട്ടോ. ചില മന്ത്രങ്ങളെ ജപിക്കാൻ നമുക്ക് ഉപദേശം വേണം അല്ലേ? പ്രത്യേക ചിട്ടകളൊക്കെ ഉണ്ടാവും. പക്ഷേ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നത് കൊണ്ട്, നാമങ്ങളെ വർണ്ണിക്കുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് ഭയമില്ലാതെ ചൊല്ലാവുന്നതാണ്. ഈ വൈശാഖം അവസാനിക്കുമ്പോൾ നമുക്ക് ഭഗവാന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ദക്ഷിണ എന്ന് പറയുന്നത് ഈ നാമജപം മാത്രമാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ മറ്റന്നാൾ പുലർച്ചെ മുതൽ നമ്മുടെ ഈ വൈശാഖ വ്രതത്തിന്റെ പ്രത്യേകതകളെല്ലാം തന്നെ അവസാനിക്കാൻ പോവുകയാണ്. ഒരു വല്ലാത്ത സങ്കടം മനസ്സിൽ വന്ന് നിറയുന്നുണ്ടല്ലേ? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ, ഇങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്ത കണ്ണൊക്കെ നിറയുന്നുണ്ട്, വല്ലാത്തൊരു വിഷമം വരുന്നുണ്ട്. ഇനി ഒരു വർഷം കാത്തിരിക്കണം നമ്മൾക്ക് ഈ ഒരു വൈശാഖ മാസത്തിന്റെ പുണ്യത നുകരാനായിട്ട്. നാളെ രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സുകൊണ്ട് വീണൊന്ന് നമസ്കരിക്കുക കേട്ടോ. കണ്ണാ, എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, ഈ മാസം മുഴുവൻ നിന്നെ വിളിക്കാൻ എനിക്ക് സാധിച്ചു. ഇനിയുള്ള നാളുകളും കൂടെ ഉണ്ടാവണമെന്ന് മനസ്സ് നിറഞ്ഞ് അമ്മമാരെല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഭഗവാൻ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നാളത്തെ ഈ അവസാന അവസരം ആരും പാഴാക്കരുത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നാളെ ഒരു ദിവസമെങ്കിലും എല്ലാ അമ്മമാരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ള അമ്മമാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ഒരു അറിവ് ഉപകാരപ്പെടില്ലല്ലോ. മെയ് 16 വൈശാഖം അവസാനിക്കുമ്പോൾ ഭഗവാൻ ദേവിയോടൊപ്പം മടങ്ങും. ആ മടക്കയാത്രയ്ക്ക് മുൻപ് ഭഗവാൻ നമ്മുടെ വീടിന്റെ പടിവാതിക്കൽ ഒന്ന് തിരിഞ്ഞു നോക്കും. ആ നോട്ടം നമ്മുടെ മേൽ പതിക്കാൻ, ആ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് ലഭിക്കാൻ ഭഗവാൻ മടങ്ങുന്നത് നമുക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടായിരിക്കും. നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. ഞാൻ എങ്ങോട്ടും മടങ്ങുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെയാവും ഭഗവാൻ മടങ്ങുക. ഈ പുണ്യകാലം പാഴാക്കാൻ പാടില്ല ആരും. നമുക്കൊന്നിച്ച് നാമജപത്തോടെ ഭഗവാനെ വിളിക്കാം, ഭഗവാനെ യാത്രയാക്കാം. എല്ലാവർക്കും നമ്മുടെ സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പന്റെ, നമ്മുടെ ശ്രീഹരി വിഷ്ണുവിന്റെ, നമ്മുടെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ജീവിതത്തോട് ചേർന്ന് തുടർന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.